പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ മെയിൻ ആയിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അഥവാ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിനാണ് പറയുക. സോ ഇവിടെ തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. സോ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x is equal to 1 by sigma square root of 2 pi e raised to minus 1 by 2 x minus mu by sigma all square. ഈ ഗിവൺ മ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ മീൻ ആണ്. ആൻഡ് സിഗ്മ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സിഗ്മയുടെ സ്ക്വയർ എടുത്താൽ നമുക്ക് കിട്ടുന്നത് വേരിയൻസ് ആണ്. സോ മ്യൂ എന്ന് പറയുന്നത് മീൻ ആണ്. അതേപോലെ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസും ആണ്. സോ ഗിവൺ വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ഇതാണ് ഇതിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ വരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു നോർമൽ ടേബിൾ ഉണ്ട്. അതേപോലെ തന്നെ ഇതിനൊരു ബെൽ ഷേപ്ഡ് കേർവ് കൂടി ഉണ്ട്. സോ ഇതാണ് ഇതിന്റെ കേർവ് എന്ന് പറയുന്നത്. ഇതൊരു ബെൽ ഷേപ്ഡ് കേർവ് ആണ്. ചിത്രം കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ബെൽ ഷേപ്ഡ് കേർവ് ആണ്. ആൻഡ് ഇത് എക്സ് ആക്സിസിനോട് ഇത് എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്നില്ല, എക്സ് ആക്സിനോട് അപ്രോക്സിമേറ്റ്ലി ടച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യാം. അപ്പോൾ -∞ മുതൽ ഇങ്ങനെ വരും. എക്സ് ആണ് വാല്യൂ എങ്കിൽ -∞ മുതൽ ഇങ്ങോട്ടേക്ക് ഇൻഫിനിറ്റി വരെ പോവാം. ഇവിടെ തന്നിരിക്കുന്നത് സെഡ് സ്കോർ ആണ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആണ്. സോ സെഡ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആണ് സെഡ്. സെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ സെഡ് ഇസ് ഗിവൺ ബൈ എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഇങ്ങനെയാണ് സെഡ് കണ്ടുപിടിക്കുന്നത്. വേറെ എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വേരിയബിള്, മ്യൂ മീൻ ആണ്, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സോ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്താൽ നമുക്ക് സെഡ് കിട്ടും. സെഡ് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ടേബിൾ പറയുന്നത്. സെഡ് സ്കോർ ആണ് ടേബിൾ പറയുന്നത്. സോ തന്നിരിക്കുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേർവില് ഈ സെൻട്രൽ ലൈൻ സൂചിപ്പിക്കുന്നത് മീൻ ആണ്. സെൻട്രൽ ലൈൻ സൂചിപ്പിക്കുന്നത് മീൻ ആണ്. ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും മീഡിയനും മോഡും ഒക്കെ സെയിം ആണ്. സോ സെൻട്രൽ ലൈൻ ഡിനോട്ട് ചെയ്യുന്നത് മീൻ ആണ്. സോ മീനിന് കറസ്പോണ്ടിങ് സെഡ് സ്കോർ എപ്പോഴും 0 ആയിരിക്കും. കാരണം സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. സോ എക്സ് മീൻ ആണെങ്കിൽ മീൻ മൈനസ് മീൻ എടുത്താൽ 0 കിട്ടും. സോ സെൻട്രൽ ലൈൻ കറസ്പോണ്ട് ടു സെഡ് 0 ആകുമ്പോൾ സെൻട്രൽ ലൈൻ മീൻ ആണ്. സോ സെഡ് 0 ആണ്. സോ ഇത് മീന്. ആൻഡ് ഇത് ഈ കേർവ് എന്ന് പറയുന്നത് സിമെട്രിക് കേർവ് ആയിരിക്കും. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പോർഷനും അതേപോലെ തന്നെ ഈ സൈഡിലുള്ള ഈ പോർഷനും ഇങ്ങോട്ടേക്ക് പോകുന്ന ഈ പോർഷനും, അതായത് സെൻട്രൽ ലൈനിലെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പോർഷൻസ് സിമെട്രിക് ആയിരിക്കും. നമ്മൾ സെൻട്രൽ ലൈൻ വെച്ചിട്ട് ഇതൊന്ന് മടക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഒരേപോലെ കിട്ടും. അതാണ് സിമെട്രിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലെ ഉണ്ടാവുക. അതായത് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഈ ഏരിയ അണ്ടർ ദ കേർവ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. ഏരിയ അണ്ടർ ദ കേർവ് 1 ആണ്. മീൻസ് കംപ്ലീറ്റ് ഏരിയ 1 ആണ്. അപ്പോൾ ഇത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ റൈറ്റ് പോർഷനിലെ കംപ്ലീറ്റ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ആ ഏരിയ അണ്ടർ ദ കേർവ് എന്ന് പറയുന്നത് 0.5 ആയിരിക്കും, നേരെ പകുതി. അതേപോലെ തന്നെ സെൻട്രൽ ലൈനിന്ന് ലെഫ്റ്റ് പോർഷനിലുള്ള ഏരിയ അണ്ടർ ദ കേർവ് എന്ന് പറയുന്നതും 0.5 ആയിരിക്കും. ഈ പോർഷൻ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കംപ്ലീറ്റ് പോർഷന്റെ ഏരിയ 0.5. അതേപോലെ തന്നെ സെൻട്രൽ ലൈനിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന കംപ്ലീറ്റ് പോർഷന്റെയും ഏരിയ അണ്ടർ ദ കേർവ്, കേർവിന്റെ അടിയിലുള്ള ഏരിയ, ആ ഏരിയ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. ആൻഡ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. 0.5 പ്ലസ് 0.5 ടോട്ടൽ ഏരിയ 1 കിട്ടും. സോ നമുക്ക് ഈ പെർട്ടിക്കുലർ പോർഷൻ 0 മുതൽ 1 വരെ വരുന്ന ഈ പെർട്ടിക്കുലർ പോർഷന്റെ ഏരിയ ആണ് കാണുന്നതെങ്കിൽ 0 മുതൽ ഇങ്ങോട്ടേക്ക് റൈറ്റ് പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 ബാക്കി വരുന്ന ഈ ഒരു ഏരിയ മീൻസ് 1ന് ശേഷമുള്ള ഈ ഒരു ഏരിയ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 0.5 ഈ 1ന് ശേഷമുള്ള ഈ ഒരു ഏരിയ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി.
ഈ ഒരു ഏരിയ നമുക്ക് ഗിവൺ ആണ്. നോർമൽ ടേബിൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് കിട്ടും. സോ അത് മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷന്റെ ഏരിയ കാണാം. ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ സെറ്റ് വാല്യൂസ് വെച്ചിട്ടാണ് പറയുന്നത്. സോ സപ്പോസ് നമുക്ക് പി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0.4, പ്രോബബിലിറ്റി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0.4 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടേബിളിൽ സെഡിന്റെ വാല്യൂ നോക്കുക. 0.4 ഇതാണ് 0.4 ആൻഡ് ഈ കാണുന്ന 0.00 ഈ ഒരു പോർഷൻ ആയിരിക്കും സെഡ് ഇസ് ഈക്വൽ ടു 0.4 എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി 0.41 ആണ് വേണമെന്നുണ്ടെങ്കിൽ 0.4ഉം 0.01ഉം ഇവിടുന്ന് 0.01ഉം എടുക്കാം ആൻഡ് ഇവിടെയുള്ള 0.01ഉം. സോ ഈ കിട്ടുന്ന 0.6591 എന്ന് പറയുന്നതായിരിക്കും 0.41ന്റെ പ്രോബബിലിറ്റി. സോ ഇങ്ങനെയാണ് നോർമൽ ടേബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 1.13 കാണണമെന്നുണ്ടെങ്കിൽ 1.1 മുകളിൽ 0.03. സോ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും 1.13 എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിള്. ഇവിടെ സെഡ് വാല്യൂസിന്റെ പ്രോബബിലിറ്റി ഗിവൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ നമ്മളിപ്പോൾ ടേബിളിൽ നോക്കിയിട്ട് പി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.4 എന്ന് പറയുന്നത് 0.4 വരെയുള്ള പ്രോബബിലിറ്റി ടേബിളിൽ 6.6554 ആണ്. സോ ഇത് ഗിവൺ ആണെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ നോർമൽ കേവ് വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബെൽ ഷേപ്പ് കേവ് ഇവിടുന്ന് ഇൻക്രീസ് ചെയ്ത് അതേപോലെ തന്നെ ഡിക്രീസ് ചെയ്ത് പോകുന്ന കേവാണിത്. സോ ഇത് 0 ആണ്. സെഡ് റെപ്രസെന്റ് ചെയ്യുന്നത് 0 ആണ്. സെൻട്രൽ ലൈന് 0.4 എന്ന് പറയുന്നത് ഇവിടെ വരും. 0.4 വരെയുള്ള പ്രോബബിലിറ്റി ആണ് 0.6554 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടുന്ന് 0.4 വരെ ഇവിടം വരെയുള്ള പ്രോബബിലിറ്റി ആണ് തന്നത് 0.6554. വി നീഡ് ടു ഇവിടം വരെയാണ് തന്നിരിക്കുന്നത് 0.6554. സോ നമുക്ക് ഈ ഒരു പോർഷന്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ സോ ബ്ലൂ ഷെയ്ഡഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ അണ്ടർ ദ കർവ് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ അതായത് പി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.4 ഈ ഒരു പോർഷൻ ആണ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടം വരെയുള്ള പോർഷൻ 0.5 ആണ്. 0ന് ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. ഞാൻ ഗിവൺ ആണ് -∞ മുതൽ 0.4 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 0.6554 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് സെറ്റ് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത് 0.6554ന്ന് 0.5 മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടും. അപ്പോൾ ഈ ആൻസർ ആയിരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ n3 2 വിത്ത് മീൻ 3 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2. Then find the following probabilities. P of 1 less than or equal to x less than or equal to 2. P of x less than or equal to 5 and greater than or equal to -2 and mod x less than or equal to 3. അപ്പോൾ നമുക്ക് ഈ 4 പ്രോബബിലിറ്റീസ് കാണണം. ആൻഡ് സെറ്റ് സ്കോർ സെറ്റിന്റെ പ്രോബബിലിറ്റീസ് ഇവിടെ കുറച്ച് പ്രോബബിലിറ്റീസ് ഗിവൺ ആണ്. സോ സെഡ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന 3 ആൻഡ് 2 എന്ന് പറയുന്നത് മ്യൂ സിഗ്മയാണ്. മീൻ ആണ് 3 തന്നിരിക്കുന്നത്. മീൻ എന്ന് പറയുന്നത് മ്യൂ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ മീൻ ഇസ് ഈക്വൽ ടു 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മയാണ്, ദാറ്റ് ഇസ് 2. സോ നമുക്ക് സെഡ് എന്ന് പറയുന്നത് നോർമൽ വേരിയേറ്റ് സെഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. സോ എക്സ് മൈനസ് മ്യൂ എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ സിഗ്മ 2. സോ ഇതായിരിക്കും സെഡ് എന്ന് പറയുന്നത്.
ഫസ്റ്റ് വൺ ചോദിച്ചത് പി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. സോ എ പോർഷൻ ചോദിച്ചത് പി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കാണാനാണ്. സോ ഇവിടെ നമ്മൾ സെഡ് കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് 1 ആവുന്ന ടൈം എന്താവും സെഡ് എക്സിന് 1 ഇട്ട് കൊടുത്താൽ മതി. സോ 1 മൈനസ് 3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ നമ്മളെ സെഡ് ആണ് വേരിയബിൾ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനി നെക്സ്റ്റ് എക്സിന് 2 ഇട്ട് കൊടുക്കുക. 2 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. സോ കിട്ടുന്നത് പി ഓഫ് 1 മൈനസ് 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഇസ് 2 മൈനസ് 3 എന്ന് പറയുന്നത് -1/2 -1/2 എന്ന് കിട്ടും. സോ ഇതാണ് തന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി സെഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ. അപ്പോൾ -1നും -1/2നും ഇടയിലുള്ള സെഡ് വാല്യൂയുടെ പ്രോബബിലിറ്റിയാണ് കാണുന്നത്. ഇനി നമ്മളെ നോർമൽ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ കേർവ് നോക്കിക്കഴിഞ്ഞാൽ സോ ടേബിളിൽ -1/2 -1 ആൻഡ് -1/2 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. സോ -1നും -1/2നും ഇടയിൽ. സോ -2 എന്ന് പറയുന്നത് -1നും -1/2നും ഇടയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷെയ്ഡഡ് റീജിയന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചത്. സോ നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് 0.5 വരെയുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. 0.5 1/2 വരെയുള്ള പ്രോബബിലിറ്റി, 1/2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, 1/2 വരെയുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് 0 വരെയുള്ള റീജിയൻ തന്നിട്ടുണ്ട്, 1 വരെയുള്ളത്, അതേപോലെ 2.5 ദാറ്റ് മീൻസ് 5/2 ആൻഡ് 3 വരെയുള്ളത്. ഇത്രയാണ് ഗിവൺ ആയിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടത്. -1 മുതൽ -1/2 വരെയുള്ള പ്രോബബിലിറ്റി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർമൽ കർവ് എപ്പോഴും സിമെട്രിക് ആണ്, സിമെട്രിക് ടു ദ സെൻട്രൽ ലൈൻ. സെൻട്രൽ ലൈന് സിമെട്രിക് ആണ്, അതായത് ഇങ്ങോട്ടുള്ള പോർഷന്റെയും അങ്ങോട്ടുള്ള പോർഷന്റെയും ഏരിയ സെയിം ആണ്. സോ നമുക്ക് ഈ തന്നിരിക്കുന്നത് 1 വരെയുള്ള ഏരിയ തന്നിട്ടുണ്ട്. z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള 1 വരെയുള്ള -∞ ടു 1 വരെയുള്ള ഏരിയ തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് സെയിം ആസ് ഇതിന്റെ നേരെ നെഗറ്റീവ് എടുക്കാം. അതായത് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതും z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറയുന്നതും സെയിം ആയിരിക്കും പ്രോബബിലിറ്റി. അതായത് 1 വരെ -∞ ടു സ്റ്റാർട്ട് ചെയ്ത് 1 വരെയുള്ള പ്രോബബിലിറ്റിയും -1ന് ശേഷം -1ന്ന് ഇങ്ങോട്ടേക്കുള്ളത് -1ന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഈ ഒരു പ്രോബബിലിറ്റിയും സെയിം ആയിരിക്കും. ഏരിയ സെയിം ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്താലും ഇവിടുന്ന് അങ്ങോട്ട് പോയാലും സെയിം ആയിരിക്കും. സോ ഇതിന്റെ നേരെ നെഗറ്റീവ് എടുത്താലും സെയിം ആകട്ടെ. z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. സോ -1ന് ശേഷമുള്ള പ്രോബബിലിറ്റിയാണ് ഈ തന്നിരിക്കുന്ന 0.84134 എന്ന് പറയുന്നത്. ഇനി ഈ തന്നിരിക്കുന്ന 0.5 വരെയുള്ളത്, അതായത് 1/2 ഇതാണ്. 1/2 വരെയുള്ളത് എന്ന് പറഞ്ഞാലും ഇതിന്റെ നേരെ നെഗറ്റീവ് പി ഓഫ് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -0.5, -0.05ന് ശേഷമുള്ളതും, അതായത് ഇതാണ് -1/2, ഇതിന്റെ ശേഷമുള്ളതും. ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് റൈറ്റ് പോർഷൻ, ഇങ്ങോട്ടേക്ക് പോകുന്ന ഈ ഒരു ഏരിയയും സെയിം ആണ്. സോ തന്നിരിക്കുന്നത് 0.6915 എന്ന് പറയുന്നത് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -0.5 ആണ്. സോ -1/2ന് ശേഷമുള്ള ഏരിയ തന്നിട്ടുണ്ട്, -1ന് ശേഷമുള്ള ഏരിയയും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടത് ഈ ഒരു പോർഷൻ അല്ലേ, -1നും -1/2നും ഇടയിലുള്ള ഈ ചെറിയ കഷ്ണാണ് വേണ്ടത്. സോ അതെന്ന് പറയുന്നത് ഈ വലുത് പോയിന്റ്. നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0.84134 0.6915 മൈനസ് ചെയ്താൽ കിട്ടും. 0.84134 0.6915 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.14984 ആണ്. സോ ഇതിന്റെ ആൻസർ ഇതാണ്. ഇനി നമ്മളോട് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അത് ചെയ്യാനായിട്ട് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അതായത് പി ഓഫ്
സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സിന് 5 കൊടുത്താൽ 5 മൈനസ് 3/2 എന്ന് കിട്ടും. സോ പി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് 3 is 2, 2/2 1. ഈ പ്രോബബിലിറ്റി ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്താണെന്ന് ഡയറക്റ്റ് എഴുതിയാൽ മതി. 0.84134. ഇതാണ് ആ പ്രോബബിലിറ്റി. ഇനി മൂന്നാമത് ചോദിച്ചത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ആണ്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 നമ്മൾ സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ആണ്. -2. സോ -2 -3 ഡിവൈഡഡ് ബൈ 2. -2 -3 എന്ന് പറയുന്നത് -5 ആയി. -5/2. -5/2 എന്ന് പറഞ്ഞാൽ -2.5 ആണ്. 5/2 is 2.5. So -2.5 ആണ്. സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2.5. സോ ഗ്രാഫിൽ ഈ പോർഷൻ എന്ന് പറയുന്നത് 2.5 5/2 2.5 മൈനസ് ആണ് ചോദിച്ചത്. -2.5 ഈ ഒരു പോർഷൻ ആണ്. ഈ ഒരു ഏരിയ -2.5നേക്കാളും വലുതെന്നാ പറഞ്ഞത് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ ഇവിടുന്ന് മുതൽ ഇങ്ങോട്ടേക്കുള്ള കംപ്ലീറ്റ് ഏരിയ ആണ് ചോദിച്ചത്. സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 2.5 ഇവിടെയുള്ളത് ഇവിടെയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5 എന്താണ് തന്നിട്ടുണ്ട്? 2.5 വരെയുള്ള ഏരിയ തന്നിട്ടുണ്ട്. സോ ഇത് അതിന്റെ നെഗറ്റീവ് ആണ്. സെറ്റ് ഗ്രേറ്റർ ദാൻ -2.5. സോ സെയിം ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. ഗ്രാഫ് സിമെട്രിക് ആണ്. സോ അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും സിമെട്രിക് ലൈൻ ആണ്. ഇവിടം വരെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 0.5 ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കും 0.5 ആണ്. -2.5 നിന്ന് ഇൻഫിനിറ്റി വരെയുള്ളതും -∞ മുതൽ 2.5 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടം വരെയുള്ള ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. സോ 2.5 വരെയുള്ളതും സെയിം ആണ്. അതായത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന 0.9938 ആണ്. ഇനി നാലാമത്തത് പി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്താണെന്ന് കാണും. പി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നമുക്കറിയാം മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ മോഡുലസ് വാല്യൂ ആണ് എക്സ്. നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അത് 3നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇതിനെ മോഡ് എക്സിനെ നമ്മൾ ഇങ്ങനെയാണ് മാറ്റി എഴുതുന്നത്. -3 മുതൽ 3 വരെ. ഇതാണ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 മാറ്റി എഴുതുന്നത്. നമുക്ക് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. -3 മുതൽ 3 വരെ വാരി ചെയ്യുന്നു എക്സ്. അതാണ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ സെറ്റിലേക്ക് മാറ്റിയ -3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 -3/2. സെഡിന്റെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് മാറ്റുന്നത്. പി ഓഫ് -3 എന്ന് പറഞ്ഞാൽ -6 ഡിവൈഡഡ് ബൈ 2, അതായത് -3 തന്നെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 -3/2. 3 -3 0 ആയി. -3 മുതൽ 0 വരെയുള്ള -3 എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് 0 വരെയുള്ള ഈ ഒരു പോർഷന്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? -3 മുതൽ 0 വരെ എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്കിവിടെ 3 വരെയുള്ള തന്നിട്ടുണ്ട്. 3 മീൻസ് ഇവിടെയാണ്. സോ 3 വരെയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ -∞ മുതൽ 3 വരെ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. 3 വരെ ഇതാണ് 3 വരെയുള്ളത് 0.9987 ആണ്. ആൻഡ് ഓൾസോ 0 വരെയുള്ളത് തന്നിട്ടുണ്ടല്ലോ. 0 വരെ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആണ് 0 വരെ. ഇവിടുന്ന് 0 വരെ ഞാൻ ഗ്രീൻ ലൈനിൽ കൊടുത്തതാണ്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. 0 വരെ 0 വരെയുള്ളത് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 ആണ്. ആൻഡ് 3 വരെയുള്ളത് തന്നിട്ടുണ്ട് 0.9987 ആണ്. നമുക്ക് കാണേണ്ടത് -3 മുതൽ 0 വരെ ഉള്ളതാണ്. സോ എന്ത് വേണം? നമ്മളിതിന്റെ നേരെ നെഗറ്റീവ് എടുത്ത് നോക്കുക. നെഗറ്റീവ് എടുക്കാന്ന് പറഞ്ഞാൽ 3 ഇത് ഗ്രേറ്റർ ദാൻ ആവും.
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് PO 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നേരെ നെഗറ്റീവ് എടുക്കുമ്പം ഓപ്പോസിറ്റ് ആവും സൈന്. ലെസ് ദാൻ നെഗറ്റീവ് എടുത്താൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. 0 മുതൽ 3 വരെയുള്ളതാണ് കാണേണ്ടത്. അതായത് ഇത് -3 മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി കാണുന്നതും 0 മുതൽ 3 വരെയുള്ളത് കാണുന്നതും സെയിം ആണ്. ബ്ലാക്ക് പോർഷനിലാണ് രണ്ടും സൂചിപ്പിച്ചത്. 0 മുതൽ 3 വരെയുള്ളതും -3 മുതൽ 0 വരെയും സെയിം ആണ്. സോ ഇതെങ്ങനെ കാണാം? നമുക്ക് 3 വരെയുള്ള ഏരിയ തന്നിട്ടുണ്ട്. ടോട്ടൽ 3 വരെ 0.9987 ആണ്. 0 വരെ 0.5 ആണ്. സോ അത് മൈനസ് ചെയ്താൽ മതി. 0.9987 ആണ് 3 വരെ. അതിൽ നിന്ന് 0 വരെയുള്ളത് 0.5 ആണ്. ഇത്രയും പോർഷൻ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് തന്നത്? 3 വരെ എന്ന് പറയുന്നത് 0.9987 ആണ്. അതേപോലെ 0 വരെ എന്ന് പറയുന്നത് 0.5 ആണ്. നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷൻ, ഈ ഒരു കഷ്ണമാണ്. മൈനസ് ചെയ്താൽ മതി. 0.9987 0.5. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.4987 കിട്ടും. അപ്പോൾ ഇതാണ് ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി കാണുന്നത്. ഗിവൺ വാല്യൂസ്, ഇത് ടേബിൾ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വാല്യൂസിലേക്ക് എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഈസി ആയിട്ട് കാണാം.